അപ്പോൾ ചുമ്മാ ഒന്ന് വൈകിട്ടൊന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഹസ്ബൻഡിനാണെങ്കിൽ എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ. ഞങ്ങളുടെ ഒന്നിച്ച് പുറത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവ സംഭവമാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് നാട്ടിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കും 1-2 ഡ്രസ്സും ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ, നമുക്കൊന്ന് പുറത്ത് പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ അങ്ങനെ നടന്നിട്ട് പോകുന്നതാണ് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കാരണം ഇന്ന് വണ്ടിയൊന്നും എടുത്തില്ല, ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. മാത്രമല്ല ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ പാർക്കിങ്ങിനൊന്നും സ്ഥലം കിട്ടുമൊന്നുമില്ല. അപ്പോൾ അത് കാരണം പിന്നെ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്കും മോനും നടക്കുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ആദ്യം തന്നെ കയറിയത് അമ്മയ്ക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ 2-3 കോട്ടൺ സാരിയൊക്കെ മേടിക്കണം വെച്ചാൽ ഇവിടുത്തെ കോട്ടൺ സാരി അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നാട്ടിലേക്ക് എപ്പോഴും പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് അമ്മയ്ക്ക് സാരി വാങ്ങിച്ച് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ സാരി കടകളൊക്കെ എങ്ങനെയാണ് കേട്ടോ, താഴെ നമുക്ക് അവർ കുഷ്യൻ ഇട്ട് തരും, അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ നോക്കുക. പിന്നെ അവിടുന്ന് 2-3 സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സാരി ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മോന് കുറച്ച് ഡ്രസ്സ് എടുത്തു, ജീൻസും കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു, കല്യാണത്തിനുള്ള കുർത്ത കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ നല്ല രസമാട്ടോ വൈകുന്നേരം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ പച്ചക്കറികളും കുറേ അധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ദേവീക്ഷേത്രമാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുന്നിലേ കൂടിയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇത് നടന്നു വരികയാണ്. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ കാച്ചിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ, ഈ കാച്ചില. പിന്നെ എന്തായാലും ഇതൊന്ന് കഴിച്ചേക്കാന്ന് വെച്ചു. മലയാളി സ്റ്റോറിലൊക്കെ ഇത് ഇടക്കിടക്കേ വരും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കണ്ണൂർ ആ സൈഡിൽ ഈ കാച്ചിലൊന്നും അത്ര ഇല്ലല്ലോ. പിന്നെ ഇതെന്താ സംഭവം, നമ്മുടെ ബോറ്. ഇത് നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇവിടെ ഇതിനെ ബോറ് എന്നാണ് കേട്ടോ പറയുക. അത്ര വലിയ ടേസ്റ്റുള്ള സംഭവമൊന്നുമല്ല കേട്ടോ. ഇത് നല്ല പച്ച മത്തം കിട്ടി കേട്ടോ. അപ്പോൾ അതെനിക്ക് കറി വെക്കാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇടക്കിടക്ക് മേടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ആ കാച്ചിലും കൂടെ ഞാൻ നാളെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഇതുവരെ കഴിക്കാത്ത സാധനം. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ അധികം കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, അപ്പോൾ കഴിക്കാത്തവരോടാണ്. ഇതിന് അത്ര വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല, ചെറിയൊരു മധുരം ഉണ്ടാകും. വെള്ളം അങ്ങനെ കൂടുതലും വാട്ടർ കണ്ടൻ്റാണ് കേട്ടോ ഇതിനകത്ത്. കടിക്കുമ്പോൾ നല്ല ആപ്പിളൊക്കെ കടിക്കുന്ന പോലെ ഇരിക്കും, പക്ഷേ ആപ്പിളിൻ്റെ അത്ര രുചിയൊന്നുമില്ല. എന്നാലും എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒറ്റൊരു സീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, വലിയൊരു സീഡായിരിക്കും ഇത്. ഇതിൻ്റെ കുഞ്ഞു സംഭവങ്ങൾ ഇത് 2 വെറൈറ്റി ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. കുഞ്ഞു സാധനം കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു സംഭവം കേട്ടോ. പിന്നെ ഇതേ നടന്നിട്ടൊക്കെ ഒരുപാട് നടന്നിട്ടൊക്കെ വന്നതല്ലേ. ഇതാണ് കേട്ടോ ദാബേൽ എന്ന് പറയും. ഇത് നമ്മുടെ ഒരു മധുരമില്ലാത്ത ബണ്ണിനകത്തേക്ക് കുറച്ച് ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ട് തരുന്നതാണ് കേട്ടോ. 25 രൂപയാണ് ഈ ഒരെണ്ണത്തിന്. ഇത് ഒരെണ്ണം കഴിച്ചാൽ നന്നായിട്ട് വയറ് നിറയും കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് പൊട്ടറ്റോ ഒക്കെ പുഴുങ്ങി പൊടിച്ചതും അങ്ങനെ കുറച്ച് മസാലകൾ, സവാള, പിന്നെ നമ്മുടെ അനാറ്, ഉറുമാമ്പഴം ഒക്കെ ചേർത്തിട്ടുണ്ട്. നിലക്കടല ഇട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ സേവ്, ഓമപ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കാനുണ്ട്. അപ്പോൾ 2-3 കോട്ടൺ സാരി അമ്മയ്ക്ക് മെയിനായിട്ട് ഇതിനായിരുന്നു കേട്ടോ പോയത്. അമ്മയ്ക്ക് കോട്ടൺ സാരി മേടിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ ഇവിടുത്തെ കോട്ടൺ സാരി അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ കോട്ടൺ സാരി മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ 2-3 വാങ്ങിച്ചപ്പോൾ ഈ ഒരെണ്ണത്തിൽ എൻ്റെ കണ്ണൊന്ന് ഉടക്കി കേട്ടോ. വീട്ടിലെത്തി നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാൽ എല്ലാം അത് അങ്ങ് പൊക്കിയാലോ എന്ന് വിചാരിച്ച് ഞാനതിങ്ങനെ വെറുതെ ഒന്ന് തുറന്നിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് മൽമൽ കോട്ടണാണ് കേട്ടോ, കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ എനിക്കെന്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ പ്രിൻ്റ്. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ വെച്ച് നോക്കി. എന്നോട് ഹസ്ബൻഡ് പറയുകയും ചെയ്തു, അതിന് നീ പൊക്കണ്ട, അത് അമ്മക്ക് മേടിച്ചതാണ്, അമ്മക്ക് തന്നെ കൊടുത്തേക്ക്, നിനക്ക് വേണമെങ്കിൽ പിന്നെ നാട്ടിൽ പോയി വന്നതിന് ശേഷം മേടിച്ചോ. അങ്ങനെ നമ്മൾ പോകുമ്പോഴേക്കും അത് തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്തായാലും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ മെല്ലെ അങ്ങ് പൊക്കിയിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.